ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 2 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 11ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഇതിന് മുൻപത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇനിയുള്ളത് സീസൺ 3 ആണ്. എന്തായാലും സമയം കളയാതെ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ സെനിറ്റ്സോയും ഇനോസ്കിയും ആ ഡാക്കി ഡീമന്റെ തലവെട്ടുന്നുണ്ട്. ടാൻജറോ ആണെങ്കിൽ ആ ബ്രദർ ഡീമന്റെയും തലവെട്ടുന്നു. രണ്ട് ഡീമന്റെയും ഒരേ സമയം തലവെട്ടി അതങ്ങ് ആകാശത്തോട്ട് പറന്നുപോയി ഉരുണ്ടുരുണ്ട് ഒരേ സ്ഥലത്ത് വന്ന് വീഴുന്നു. ഇതേ സമയം ടെൻകന്റെ ശരീരത്തിൽ വളരെയധികം പോയിസൺ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെൻകന് നന്നായിട്ട് എന്നെ ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ടാൻജറോക്ക് അപ്പുറത്ത് ഓക്സിജൻ തന്നെ കിട്ടാതെ ഇപ്പൊ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ടെൻകൻ എന്തൊക്കെയോ ടാൻജറോയോട് പറയുന്നു. ടാൻജറോക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ടെൻകൻ പറയുന്നതെന്ന്. ടാൻജറോ മനസ്സിൽ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ഞാൻ ആ ഡീമന്റെ കഴുത്ത് നല്ല പോലെ വെട്ടിയില്ലേ, ആ ഡീമൺ മരിച്ചില്ലേ, അതാണോ ടെൻകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ടെൻകൻ കുറച്ച് ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നു. ടാൻജറോ അവിടെ നിന്ന് ഓടിക്കോ എന്നും പറഞ്ഞ് തീരുമ്പോഴേക്കും ആ ഡീമന്റെ ശരീരം പൊട്ടിത്തെറിയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ പൊട്ടിത്തെറിയിൽ നിന്നും നിസുക്കോയുടെ പെട്ടി ആകാശത്തോട്ട് പോകുന്നു. നിസുക്കോ ആ പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നു. എക്സ്പ്ലോസീവ് ബ്ലഡ് എന്ന് പറഞ്ഞ് തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ആ വലിയ സ്ഫോടനത്തിൽ നിന്നും അവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട്. കണ്ണു തുറക്കുന്ന ടാൻജറോ കാണുന്നത് നിസുക്കോയെയാണ്. നിസുക്കോക്ക് ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടാൻജറോ ചുറ്റും നോക്കുന്നുണ്ട്. ആ സ്ഥലം മൊത്തമായിട്ട് അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട്. ടാൻജറോ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എന്താ ഒന്നും പറ്റാതിരുന്നത്, എന്റെ ശരീരത്തിൽ ആ ഡീമന്റെ പോയിസൺ കയറിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടാൻജറോ നോക്കുന്ന സമയത്ത് ടാൻജറോക്ക് മനസ്സിലാവുന്നു നിസുക്കോ ആണ് തന്നെ രക്ഷിച്ചത്, തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത്. അങ്ങനെ നിസുക്കോയോട് നന്ദി പറയുന്നുണ്ട് ടാൻജറോ. മറ്റുള്ളവരൊക്കെ എവിടെയാണെന്ന് പറഞ്ഞ് ടാൻജറോ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ടാൻജറോക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവന്റെ രണ്ടു കാലും കുഴഞ്ഞു പോയിരിക്കുന്നു. പെട്ടെന്ന് എന്നെ അപ്പുറത്തുനിന്നും ടാൻജറോ എന്നെ രക്ഷിക്കടാ, ഞാൻ അവിടെ ഉണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് ശബ്ദം കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സെനിറ്റ്സോ ആയിരുന്നു. പക്ഷേ നമ്മുടെ ടാൻജറോക്ക് സെനിറ്റ്സോടെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസുക്കോ ടാൻജറോയും പൊക്കിക്കൊണ്ട് സെനിറ്റ്സോടെ അടുത്തോട്ട് പോകുന്നു. ടാൻജറോ നീ എവിടെയാടാ? ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ എഴുന്നേറ്റ് നോക്കിപ്പോ എന്റെ മുഖമൊക്കെ ചപ്പാത്തി പരത്തിയ പോലെ പരത്തി വെച്ചിരിക്കുന്നടാ, എന്റെ രണ്ട് കാലും ഒടിഞ്ഞു കിടക്കുന്നടാ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലടാ, എന്ത് പറ്റിയടാ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് സെനിറ്റ്സോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ടാൻജറോ, സെനിറ്റ്സോ നിനക്കൊന്നും തന്നെ പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത്, എടാ എന്നെ കണ്ടിട്ട് ഒന്നും പറ്റാത്ത പോലെ തോന്നുന്നുണ്ടോടാ, എന്റെ ശരീരം ആകെ ഇല്ലാണ്ടായി പോയടാ, പക്ഷെ എന്നെക്കാൾ വയ്യാതായത് ഇനോസ്കിക്കാണ്, അവനെ പോയി സഹായിക്ക്, അവന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാനുണ്ടെന്ന് ടാൻജറോയോട് പറയുന്നു. നോക്കുന്ന സമയത്ത് ഇനോസ്കി ഒരു വീട് പൊളിഞ്ഞതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇനോസ്കി ആകെ തളർന്നു പോയിരിക്കുന്നു. അവനെ കൊണ്ട് നല്ല രീതിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. ടാൻജറോയും നിസുക്കോയും ഇനോസ്കിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. നോക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ മുഴുവനായിട്ട് തന്നെ പോയിസൺ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ സൂര്യൻ ഉദിക്കായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിസൺ എല്ലാം ഇല്ലാതായനെ. പക്ഷേ സൂര്യൻ ഉദിക്കാൻ ഇനിയും ഒരുപാട് അധികം സമയമുണ്ട്. ഷിനുബോയെ വിളിക്കാമെന്ന് വിചാരിച്ച ഷിനുബോയെ വിളിച്ചു വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇനോസ്കി മരിച്ചു പോകും. ഇനി എന്ത് ചെയ്യും? ഇനോസ്കി ഇനോസ്കി ഇനി എന്ത് ചെയ്യോടാ ഇനോസ്കി എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ടാൻജറോ. ഇതേ സമയം തന്നെ നിസുക്കോ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ഇനോസ്കിയെ രക്ഷിക്കുന്നു. ഇനോസ്കി കണ്ണ് തുറന്ന ഉടനെ തന്നെ എനിക്ക് വിശക്കുന്നടാ, അയ്യോ എനിക്ക് എന്തെങ്കിലും തിന്നാണ്ടാടാ, എനിക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ടാൻജറോ, ഏയ് ഇനോസ്കി നിനക്ക് ഒന്നും പറ്റിയില്ലേ, നീ ജീവനോടെ ഉണ്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ഇനോസ്കി പറയുന്നു, അയ്യോ വിടറാ, എനിക്ക് വേദനിക്കുന്നടാ, പോഞ്ചറോ എന്നെ വിടറാ എന്നും പറഞ്ഞുകൊണ്ട് ഇനോസ്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ടെൻകൻ ആകെ ഇല്ലാണ്ടായി കിടക്കുവാണ്, ഇപ്പൊ മരിക്കുമെന്നുള്ള രീതിയിൽ. ഇതേ സമയം തന്നെ സൂമ, അയ്യോ എന്റെ ഭർത്താവ് മരിക്കാൻ പോണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ 3 ഭാര്യമാരും അവിടെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ടെൻകൻ പറയുന്നു. ഇത് കേട്ട് സൂമ, നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ മരിക്കൊന്നുമില്ല, നിങ്ങളുടെ ആ വായം വെച്ചൊന്നും മിണ്ടാണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് കേട്ട് മാക്കിയോ അവസാനമായിട്ട് അവരൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കടി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കടി, നീ മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ നിന്റെ വായിൽ ഞാൻ കല്ല് വാരിയിടോടി എന്നും പറഞ്ഞുകൊണ്ട് മാക്കിയോ അവിടെ കടന്ന് അടികൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അടികൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തൊന്നും മരിക്കാൻ കിടക്കുന്ന ടെൻകൻ ചിന്തിക്കുകയാണ്, എന്റെ അവസാന വാർത്ത ഇവർക്ക് കേൾക്കാൻ ആഗ്രഹമില്ലേ, ഇവരൊക്കെ എന്തിനു ഞാൻ കല്യാണം കഴിച്ച് എന്റെ ദൈവമേ എന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പോയിസൺ എന്റെ ശരീരത്തിൽ മൊത്തമായിട്ട് കയറിയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് ടെൻകൻ. ഇതേ സമയം തന്നെ അങ്ങോട്ട് നിസ്കോ വരുന്നു. നിസ്കോ വന്നോടെ തന്നെ എല്ലാവരും നിസ്കോയെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ നിസ്കോ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത് ടെൻകനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് കണ്ട് സൂമ, അയ്യോ എന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്നെ കത്തിച്ചു കൊല്ലണേ, എടി നിനക്ക് പ്രാന്താണോടി എന്നും പറഞ്ഞുകൊണ്ട് നിസ്കോയെ അവിടെ നിന്നും തള്ളി മാറ്റുന്നു. ഇതേ സമയം തന്നെ ടെൻകൻ, ഹേയ് ആ പെണ്ണ് എന്റെ ശരീരത്തിലെ വിഷമെല്ലാം തന്നെ റിമൂവ് ചെയ്തു, അവളുടെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്ത്. ഇത് കേട്ട് 3 വൈഫ്സിനും ആശ്വാസമാവുന്നുണ്ട്. അവർ 3 പേരും വന്ന് ടെൻകനെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയം തന്നെ ടാൻജർ അങ്ങോട്ട് വരുന്നു. ഇതാണ് നിസ്കോയുടെ ബ്ലഡ് ഡീമൺ ആർട്ട്, ഇതെങ്ങനെ ഇവള് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഇവളെ കൊണ്ട് ശരീരത്തിലുള്ള പോയിസൺ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ശരീരത്തിൽ പെട്ടിരിക്കുന്ന ഇഞ്ചുറീസ് ഒന്നും മാറ്റാൻ ഇവളെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എന്നെ റെസ്റ്റ് എടുക്കുന്ന ടെൻകനോട് പറയുന്നു. ഇത് കേട്ട് ടെൻകൻ, നിന്റെ ശരീരത്തിലും ഒരുപാട് അധികം ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നീയും വളരെ നന്നായിട്ട് എന്നെ റെസ്റ്റ് എടുക്കണമെന്ന് ടാൻജറോയോട് പറയുന്നു. ഇതേ സമയം
തന്നെ ആ ഡീമൺ അവിടെ നിന്നും ഭസ്മമായി പോകുന്നത് കാണാനിട്ട് ടാഞ്ചറോക്ക് ഒരു സമാധാനമില്ല. എന്ത് സംഭവിച്ചു, എവിടെ പോയി ആ ഡീമന്റെ തലകൾ എന്ന് പറഞ്ഞ് ടാഞ്ചർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഡീമണെ കൊന്ന സ്ഥലത്ത് എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാടധികം ബ്ലഡ് ഒക്കെ താഴെ കിടക്കുന്നുണ്ട്. ടാഞ്ചർ പേടിച്ചു വിറച്ച് ഒരു ബിൽഡിങ്ങിന്റെ മറവിൽ പോയിരുന്ന് ഒരു കല്ലെടുത്ത് ആ ബ്ലഡിലോട്ട് എറിയുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ആ ബ്ലഡിന്റെ അടുത്തോട്ട് പോയി അതിന്റെ സാമ്പിൾസ് എടുക്കുന്നു. ഇതേ സമയം തന്നെ ആ പൂച്ച അങ്ങോട്ട് വരുന്നു. ആ പൂച്ചയുടെ കയ്യിൽ ആ ബ്ലഡിന്റെ സാമ്പിൾസ് കൊടുത്തു വിട്ടിട്ട് പറയാണ് ഇത് താമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കെന്ന് പറഞ്ഞ് ആ പൂച്ചയെ അവിടെ നിന്നും യാത്രയാക്കുന്നു. അപ്പർ റാങ്ക് ഡീമന്റെ ബ്ലഡ് എന്തായാലും സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡീമന്റെ തല എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നിസ്കോയുടെ പുറത്ത് കയറി ടാഞ്ചർ പോയിക്കൊണ്ടിരിക്കുന്നു. നിസ്കോ അവിടെയാണ് ആ തല ഇരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നിസ്കോയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇതേ സമയമാണ് ആ ഡീമൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാവുന്ന ശബ്ദം ടാഞ്ചർ കേൾക്കുന്നത്. ആ ചെറിയ കുട്ടിയാണല്ലോ നിന്റെ തല വെട്ടിയത്, നിനക്ക് അത്ര പോലും പവറില്ലെന്ന് ഡാക്കി ഡീമൺ ആ ബ്രദർ ഡീമനോട് ചോദിക്കുന്നു. എന്നാൽ ബ്രദർ ഡീമൺ തിരിച്ചു ചോദിക്കുകയാണ് നിന്റെ തലയെ അവർ വെട്ടിയില്ലേ, നീ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വന്നില്ല എന്ന്. ഡാക്കി പറയുന്നു നീയല്ലേ എന്റെ ബ്രദർ, നീയല്ലേ എന്നെ രക്ഷിക്കാൻ വേണ്ടി വരണ്ടേ, നീ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നില്ലെന്ന് ഡാക്കി ചോദിക്കുന്ന സമയത്ത് ബ്രദർ ഡീമൺ പറയുന്നു ഞാൻ ആ ഹാഷറുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്ന്. അവനവിടെ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് തന്നെ നീ അവന്റെ തല വെട്ടണമായിരുന്നു, നീ അത് ചെയ്തില്ല. അല്ലെങ്കിൽ നിനക്ക് ആ ആന ഫുഡ് ഇയറിങ്സ് ഇട്ട ആ പയ്യനെ തന്നെ ആദ്യം കൊല്ലാമായിരുന്നു, അതിനുള്ള ചാൻസ് നിനക്ക് കിട്ടിയതായിരുന്നു, നീ കൊന്നില്ല. ഇതെല്ലാം തന്നെ നീ കാരണമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് ഡാക്കി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കാരണമാണ് ഇപ്പൊ നമ്മൾ മരിക്കാൻ വേണ്ടി പോകുന്നത്, നീയൊന്നും എന്റെ ബ്രദർ ആയിരിക്കുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. നീയൊക്കെ എന്റെ ബ്രദർ ആണോ എന്ന് തന്നെയാണ് എനിക്ക് എന്റെ സംശയം. നിന്റെ ഒക്കെ മുഖം കണ്ടില്ലേ, അത് കണ്ടാൽ തന്നെ പറയോ നീ എന്റെ ബ്രദർ ആണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഡാക്കി ആ ഡീമണോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ബ്രദർ ഡീമൺ പറയുന്നു നിന്നെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നു നിന്നത് നിന്റെ കൂടെ. ഞാൻ മാത്രമായിട്ട് ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, ഞാൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു. നീ കാരണമാണ് ഇത് മൊത്തം ഉണ്ടായതെന്ന് പറഞ്ഞ് ഡാക്കിയെ കുറ്റപ്പെടുത്തുന്നു. എന്റെ ലൈഫില് നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് എന്റെ തെറ്റാണോ എന്ന് പറഞ്ഞ് ആ ഡീമൺ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാഞ്ചർ ഓടി വന്ന് ആ ഡീമന്റെ വാ പൊത്തുന്നു. പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു, നീ പറയുന്നതൊന്നും നിന്റെ മനസ്സിൽ നിന്ന് വരുന്നതല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരാ തുണയായിട്ടുള്ളത്? നിങ്ങൾ ചെയ്ത തെറ്റിന് എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെ ആയിരിക്കും ദേഷ്യപ്പെടുന്നത്. ആരും നിങ്ങളുടെ കൂട്ടിനുണ്ടാവില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കൂട്ടിനുള്ളത്. അതുകൊണ്ട് അവസാന നിമിഷമെങ്കിലും പരസ്പരം അടികൂടാതെ ഇരിക്കാൻ ശ്രമിക്കുകയെന്ന് ടാഞ്ചറോ പറയുന്നു. ഇത് കേട്ട് ഡാക്കി ഡീമൺ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ മാത്രം ഞങ്ങളുടെ വഴിയിൽ ഇടയിൽ കയറി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് മരിക്കുന്നതിലും താല്പര്യമില്ല, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. ചേട്ടാ എന്നെ രക്ഷിക്കേ, ചേട്ടാ എന്നെ രക്ഷിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഡാക്കി ഡീമൺ അവിടെ നിന്നും അപ്രത്യക്ഷയായിട്ട് പോവാണ്. ഡാക്കി അവിടെ നിന്നും ഭസ്മമായി പോകുന്നത് കണ്ട് ആ ബ്രദർ ഡീമൺ ഊമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഡാക്കിയുടെ യഥാർത്ഥ പേര് ശരിക്കും ഊമേ എന്നായിരുന്നു. ഡാക്കി എന്നത് ഒരു വൃത്തികെട്ട നെയിമാണ്. ഒരു പക്ഷേ ഊമേ എന്നുള്ളതും ഒരു വൃത്തികെട്ട നെയിം തന്നെയായിരിക്കും. നമ്മുടെ അമ്മ മരിക്കാൻ കാരണമായിട്ടുള്ള ആ ഡിസീസിന്റെ പാതി പേരാണ് നിനക്ക് വെച്ചത്. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റില് വളരെയധികം ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഭക്ഷണം കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് അമ്മമാർ തന്റെ മക്കളെ കൊല്ലാൻ വരെ തയ്യാറാവുന്നുണ്ട്. ഒരു പ്രാവശ്യം എന്റെ അമ്മയും എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റില് സൗന്ദര്യമാണ് എല്ലാം തന്നെ. എന്നാൽ ഞാൻ വളരെയധികം വൃത്തികെട്ടവനും വളരെയധികം ഭംഗിയില്ലാത്തവനും ആയതുകൊണ്ട് ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ കഷ്ടവും ഞാൻ ഒറ്റയ്ക്ക് തന്നെ സഹിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളും ആളുകൾ എന്റെ മേത്ത് ഇടാൻ വേണ്ടി തുടങ്ങി. എന്നെ ഒരു വൃത്തികെട്ടവനായിട്ട് ആളുകൾ കാണാൻ തുടങ്ങി. അതെനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. പക്ഷേ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, അത് സത്യമാണ്. ഞാനാണെങ്കിൽ വിശന്നു കഴിഞ്ഞാൽ കൈ കിട്ടിയത് എന്തു വേണമെങ്കിലും തിന്നും. അതിപ്പോ പാമ്പായാലും എലിയായാലും പട്ടിയായാലും പൂച്ചയായാലും എല്ലാം തന്നെ ഞാൻ തിന്നും. ഒരു കസ്റ്റമർ അവിടെ ഇട്ടിട്ട് പോയ ഒരു സിക്കിൾസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു ദിവസം മാറി മറിയുവാണ് എൻ്റെ സിസ്റ്റർ കാരണം. അവളുടെ പേരാണ് ഊമി. അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. അവൾക്ക് വെറും 13 വയസ്സുണ്ടാവുന്ന സമയത്ത് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനൊരു കളക്ടിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തു. എന്നെ കൊണ്ട് ഫൈറ്റ് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് എന്നെ കളക്ടിങ് ഏജന്റ് ആക്കി മാറ്റിയത്. ആളുകൾ സാധനം മേടിച്ചിട്ട് പൈസ തരാതിരിക്കുന്നത് കടം പറയുന്ന സമയത്ത് അത് തിരിച്ചു മേടിക്കാനാണ് എന്നെ ഉപയോഗിക്കുന്നത്. എൻ്റെ മുഖവും എന്നെ അതിന് ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളായിട്ടാണ് ഇരുന്നിരുന്നത്. എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ വളരെയധികം ഭംഗിയുള്ള ഒരാളായിട്ടും. അങ്ങനെ ലൈഫെല്ലാം തന്നെ വളരെയധികം നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത് വളരെയധികം ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. എൻ്റെ സിസ്റ്റർ അതാ ഒരാൾ അവിടെ കത്തിച്ച് കൊന്നിട്ടിരിക്കുന്നു. കസ്റ്റമറായിട്ട് വന്ന ഒരു സാമുറായിയുടെ കണ്ണില് എൻ്റെ സിസ്റ്റർ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് കുത്തി. അതുകൊണ്ട് തന്നെ അവരുടെ മുഖം വളരെയധികം വികൃതമാക്കി എന്ന് പറഞ്ഞിട്ട് ജീവനോടെ തന്നെ അയാൾ അവളെ കത്തിച്ചു കളഞ്ഞു.
ഞാൻ ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കണമായിരുന്നു. ഞാൻ ഒരിക്കലും ഇവളെ തനിച്ചാക്കി പോകരുതായിരുന്നു എന്ന് അവൻ പറയുന്ന സമയത്ത് തന്നെ ആ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങളും അനക്കവും കേൾക്കുന്നു. അതിന് ജീവനുണ്ടെന്നുള്ള കാര്യം അവൻക്ക് മനസ്സിലാവുന്നു. അവൻ ഓടിച്ചെന്ന് തന്റെ സിസ്റ്ററെ കയ്യിലെടുത്തുകൊണ്ട്, ദൈവമേ, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വിധി തന്നത്? ജനിച്ചപ്പോൾ തൊട്ടേ എനിക്ക് വളരെയധികം മോശം സമയമായിരുന്നു. ഇവള് ജനിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസമായത്. പിന്നെ ഇവളെ ഇനി അങ്ങ് തിരിച്ചെടുക്കരുത്. ദയവ് ചെയ്ത് ഇവളെ എനിക്ക് തിരിച്ചു താ. അങ്ങനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ദൈവമാണെന്നൊന്നും നോക്കൂല, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ ദൈവത്തിനോട് പറയുന്നു. എന്ന് ഇതേ സമയം തന്നെ തന്റെ സിസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ച ആ സാമുറായി വന്ന് അവന്റെ പുറത്തിട്ട് ഒരു കുത്തു കൊടുക്കുന്നു. ഇവനാണല്ലേ നിങ്ങൾ കടം മേടിച്ച് തിരിച്ച് പൈസ ചോദിക്കാൻ വരുന്ന ആ പയ്യൻ, ഇവനെ അങ്ങ് കൊന്നുകളയാമെന്ന് പറയുന്നു. അതെ, ഇവൻ തന്നെയാണെന്ന് ആ ലേഡി പറയുന്നു. ഇതേ സമയം തന്നെ ആ ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ലേഡി തയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകാന്ന് ആ സാമുറായിനോട് പറയുന്നു. ഇത് കേട്ട് സാമുറായി, നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോ, ഞാൻ ഇവനെ കൊന്നിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ആ ലേഡി വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ആ പയ്യൻ ഈ സാമുറായിയെ വെട്ടുക എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ആ സാമുറായിയുടെ മുകളിലൂടെ ചാടി ആ ലേഡിയുടെ തലക്കിട്ട് വെട്ടുന്നു. ആ ലേഡിയെ കൊല്ലുന്നു. നിന്നെ കാണാൻ വളരെയധികം നന്നായിട്ടുണ്ട്. നിന്റെ സ്കിന്ന് കാണാനും വളരെയധികം മനോഹരമാണ്. രാത്രി മൊത്തം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെത്തയിൽ കടന്നുറങ്ങിയ നീയൊന്നും വിശപ്പിന്റെ വില അറിഞ്ഞിട്ടില്ലടേ, നീയൊന്നും സൗന്ദര്യത്തിന്റെ വില അറിഞ്ഞിട്ടില്ലടേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡീമൺ അവളെ കൊല്ലുന്നു. ഇതേ സമയം തന്നെ അവനെ കൊല്ലാൻ വേണ്ടി ബാക്കിൽ നിന്നിരുന്ന ആ സാമുറായി കത്തിയും പിടിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ആ സാമുറായിയെ കൊല്ലുന്നു. അങ്ങനെ കത്തിക്കരിഞ്ഞ തന്റെ സിസ്റ്ററിന്റെ ആ ശരീരം എടുത്തുകൊണ്ട് അവൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആരും തന്നെ അവനെ സഹായിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നടന്ന് അവശനായി അവൻ താഴെ വീഴുന്നു. അവൻ അവിടെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ പുറകിൽ നിന്നും ഒരാൾ നടന്നു വരുന്നു. ഹേയ്, നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാടധികം സങ്കടം വരുന്നുണ്ട്. നിന്റെ സിസ്റ്റർ മരിക്കാൻ പോവാണല്ലേ. വളരെ കുറച്ച് ജീവൻ മാത്രമേ അവളുടെ ശരീരത്തിൽ ഇനി ബാക്കിയുള്ളൂ. നിങ്ങളെ സഹായിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ബ്ലഡ് തരട്ടെ. നിങ്ങളെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ ആക്കി ഞാൻ മാറ്റാം. ഒരുപക്ഷെ നിങ്ങൾ എന്നെ പോലെ 12 കിസ്കിയിലെ ഒരു ഡീമണായി മാറി അപ്പർ റാങ്ക് വേണമെങ്കിൽ പോലും വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡീമൺ തന്റെ ബ്ലഡ് അവർക്ക് കൊടുക്കുന്നു. അവരും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ ആയിട്ട് മാറുന്നു. ഡാക്കി ഡീമണും തന്റെ ബ്രദറും മനുഷ്യനായിരുന്നിരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കണ്ട ഡീമൺ അപ്പർ മൂൺ 6 ആയിരുന്നു. എന്നാൽ അതൊരു 120 വർഷങ്ങൾക്ക് മുൻപാണ് നടന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഈ ഒരു സമയത്ത് കറന്റ്ലി ഈ ഡീമൺ എത്രാമത്തെ റാങ്കിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ ഗൈസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ ആണ്. അടുത്ത സീസണിലൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഡീമൺ കൂടിയാണ് ഈ ഡീമൺ. അങ്ങനെ ആ ഡീമൺ സംസാരിക്കുന്നു. ഞാൻ ഡീമണായിരുന്നു വിചാരിച്ച് ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എനിക്ക് ഡീമണായതിൽ യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് സങ്കടം വന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഡാക്കിയെ ആലോചിച്ചിട്ടാണ്. അവളെ ഞാൻ വളർത്തിയത് കൊണ്ടാണ് അവളും ചേർന്നുകൊണ്ട് ഇപ്പൊ എന്റെ അടുത്ത് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഞാനല്ല അവളെ വളർത്തിയിരുന്നെങ്കിൽ, ഞാനല്ല അവളെ നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഇപ്പോൾ ഒരു നല്ല കുട്ടിയായേനെ. നല്ലൊരു വീട്ടിൽ, നല്ലൊരു ഫാമിലിയിൽ, നല്ലൊരു ഭർത്താവിനെയൊക്കെ കിട്ടി അവൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നേനെ. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് ആ ഡീമൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണു തുറക്കുന്ന ആ ഡീമൺ കാണുന്നത് വളരെ ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതെവിടെയാണ്? നരകമാണോ എന്ന് ആ ഡീമൺ ചിന്തിക്കുന്നു. നോക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു ശബ്ദം, ഹേയ് ചേട്ടാ എന്ന്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഡാക്കിയായിരുന്നു. ചേട്ടാ, നമ്മളിപ്പോ എവിടെയാണ്? എനിക്ക് ഈ സ്ഥലം തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഡാക്കി പറയുന്നു. ഇത് കേട്ട് ഡീമൺ പറയാണ്, ഒരിക്കലുമില്ല, നീ ഇനി എന്റെ പുറകെ വരാൻ നിൽക്കണ്ട. നമ്മൾ തമ്മിൽ പിരിയേണ്ട സമയം ആയിട്ടുണ്ട്. ആ വെളിച്ചം കാണുന്ന സ്ഥലത്തോട്ട് നീ നടന്നു പോ, ഞാൻ ഈ വശത്തൂടി നടന്നു പോവാന്ന് പറഞ്ഞ് ആ ഡീമൺ അങ്ങോട്ട് പോകുന്ന സമയത്ത്, ഹേയ് ചേട്ടാ നിൽക്ക്, എങ്ങോട്ടാ പോകുന്നത്? എന്നെ തനിച്ചാക്കല്ലേ. ഞാൻ ചേട്ടനും അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെയധികം ദേഷ്യം വന്നതുകൊണ്ടാണ്. ആ കൊച്ചു കുട്ടികൾ കാരണമാണ് ഞാൻ മരിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാടധികം സങ്കടം വരുന്നുണ്ട്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. എന്നോട് ക്ഷമിക്കും ചേട്ടാ, ഞാൻ ചേട്ടൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ഡീമൺ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്രദർ ഡീമൺ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. ആ വെളിച്ചം കാണുന്ന സ്ഥലത്തോട്ട് നടന്നു പോ, ഞാൻ ഇതിനെ പോട്ടെ എന്ന് പറഞ്ഞ് ആ ഡീമൺ തിരിച്ചു നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, ഒരിക്കലും ഞാൻ ചേട്ടനെ വിട്ടു പോവില്ല, ചേട്ടൻ എന്നെയും വിട്ടു പോകരുത്. എനിക്കിനി എത്ര ജന്മമുണ്ടോ അത്ര ജന്മത്തിലും ചേട്ടൻ തന്നെയായിരിക്കണം എന്റെ ബ്രദർ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടനല്ലേ പറഞ്ഞ് ഒരിക്കലും എന്നെ വിട്ടു പോവില്ല, എന്നെ ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് ചേട്ടനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ആ ഡീമൺ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ബ്രദർ ഡീമണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ചെറുപ്പം തൊട്ടേ അവരുടെ അമ്മ മരിച്ചത് കൊണ്ട് ബ്രദർ ആയിരുന്നു സിസ്റ്ററിനെല്ലാം തന്നെ. അതുകൊണ്ട് അവൻ അവളെ വളരെ നന്നായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഡീമൺ, ഓക്കെ ശരി, നിന്നെ ഞാൻ തനിച്ചാക്കുന്നില്ലെന്ന് പറഞ്ഞ് നരകത്തിലോട്ട് അവന്റെ സിസ്റ്ററിനെയും വലിച്ചു കൊണ്ടുപോവാണ്. അവർ നരകത്തിലോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ ടാൻജിറോയും നിസുക്കോയും ആ ഡീമന്റെ തല കയ്യിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. ആ തല അവിടെ നിന്നും ഭസ്മമായി പോകുന്നത് അവർ കാണുന്നു. നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ടാൻജിറോയും നിസുക്കോയും. ഓഹോ, ശരിക്കും
ശരിക്കും അതൊരു അപ്പർ 6 ആയിരുന്നോ? അപ്പർ ഡീമൺസിൽ തന്നെ ഏറ്റവും പവർ കുറഞ്ഞ ഡീമണാണ് അപ്പർ 6. അതിനെയാണോ നിങ്ങൾ കൊന്നേ ഇത്ര വലിയ സംഭവമായിട്ട്? എന്തായാലും ഒരു അപ്പർ റാങ്ക് ഡീമണെ കൊന്നതല്ലേ നിങ്ങള്? അതിന് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇപ്പോൾ ഒരു ഹാഷറ കടന്നു വരുന്നു. എന്നാ ആ ഏശ്രയെ കണ്ട് ടെൻഷനായിട്ടുള്ള നമ്മുടെ സൂമ, ഡേയ് നീ പൂരൊക്കെ കഴിഞ്ഞ് വെടി പൊട്ടിക്കാൻ വേണ്ടി വന്നതാണോടാ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ അവന്റെ കഴുത്തിലിരുന്നിരുന്ന ആ പാമ്പ് ഒച്ചയുണ്ടാക്കുന്നു. ഇത് കണ്ട് സൂമ പേടിച്ച് അയ്യമ്മച്ചേ എന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് എനിക്കനെ പോയി കെട്ടിപ്പിടിക്കുന്നു. നിന്റെ ഒരു കൈ പോയിട്ടുണ്ട്, നിനക്ക് ഒരുപാടധികം പരിക്കും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം മാറുന്നത് വരെ ആരെയാണ് നിന്റെ സ്ഥാനത്തോട്ട് കൊണ്ടുവരേണ്ടതെന്ന് ടെൻഗനോട് ചോദിക്കുകയാണ് ആ ഏശ്ര. ഇതേ സമയം തന്നെ ടെൻഗൻ പറയുന്നുണ്ട്, ഞാൻ റിട്ടയർഡ് ആവാൻ പോവാണ്, എനിക്കിനി ഏശ്രയായിട്ടിരിക്കാൻ പറ്റില്ലെന്ന്. ഇത് കേട്ട് ആ ഏശ്ര ടെൻഷനായിട്ട്, നീ എന്താ കളിക്കുകയാണോ? റെൻഗോക്കു മരിച്ചതിന് ശേഷം റെൻഗോക്കുടെ സ്ഥാനത്ത് ആരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് ഇപ്പോ ഡീമൺ സ്ലെയർ കോർപ്പ് മൊത്തം. പക്ഷേ ഇപ്പൊ നീ വന്നിട്ട് പറയുന്നു നീ റിട്ടയർഡ് ആവാൻ പോവാണെന്ന്. ഇപ്പൊ തന്നെ സ്പോർട്സ്മാൻഷിപ്പിൽ വളരെ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ജീവനുള്ളിടത്തോളം കാലം നീ പോരാടിയേ പറ്റുള്ളൂ എന്ന് ആ ഹേശ്ര പറയുന്നു. ഇത് കേട്ട് ടെൻഗൻ പറയുകയാണ്, എന്റെ സ്ഥാനത്തോട്ട് പുതിയൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാണതെന്ന് ആ ഹേശ്ര ചോദിക്കുന്ന സമയത്ത്, നിനക്ക് പിടിക്കാത്ത ആ പയ്യനില്ലേ അവനെ തന്നെ. ഇത് കേട്ട് ആ ഹേശ്ര ടെൻഷനായിട്ട്, എന്ത് ഇത്രയും വലിയൊരു യുദ്ധത്തിൽ ടാഞ്ചറോ കമാഡോ പിടിച്ചു നിന്നോ? അവനാണോ ആ ഡീമണെ കൊന്നേന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആ ഏശ്ര. ഇതേ സമയം തന്നെ മെസ്സേജസ് എല്ലാം പാസ് ചെയ്യുന്ന ആ കാക്ക നേരെ ഡീമൺ സ്ലെയർ ഹെഡിന്റെ അടുത്തോട്ട് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്ത് അപ്പർ റാങ്കിലുള്ള ഡീമൺസിനെ ടെൻഗനും ടാഞ്ചറോയും സെനിറ്റ്സോ ഇനോസ്കിയും ഒക്കെ ചേർന്ന് കൊന്നോ? താങ്ക് യു ടെൻഗ, താങ്ക് യു ഇനോസ്കി, സെനിറ്റ്സോ, താങ്ക് യു ടാഞ്ചറോ എന്നൊക്കെ പറഞ്ഞ് ആ മാസ്റ്റർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മാസ്റ്ററിന് ഒട്ടും വയ്യാതായിരിക്കുന്നു, വായിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. എന്റെ ഫാമിലിയെ കൊന്ന ആ ഡീമൺസിനോട് പകരം ചോദിക്കേണ്ട സമയമായിട്ടുണ്ട്. വിധി പോലും നമുക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു മാറ്റം. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേപോലത്തെ ഒരു അപ്പർ മൂൺ ഡീമണെ കൊല്ലുന്നത്. ഈ ജനറേഷനിലെ പിള്ളേര് തീർച്ചയായിട്ടും നിന്നെ കൊല്ലോടാ മൂസാൻ കിബിക്സുജി എന്ന് മാസ്റ്റർ പറയുന്നു. ഇതേ സമയം തന്നെ ഈ ജനറേഷനിലെ പിള്ളേര് തീർച്ചയായിട്ടും നിന്നെ കൊല്ലുവാടാ മൂസാൻ കിബിക്സുജി, ഇത് നിന്റെ അന്ത്യവാടാ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ. മാസ്റ്ററിന് തീരെ വയ്യാണ്ടായിട്ടുണ്ട്, വായിൽ നിന്നും ബ്ലഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് ഒരാളെ കാണിക്കുന്നത്. വേറെ ആരുമല്ല, റെൻഗോക്കോനെ കൊന്ന ആ അപ്പർ മൂൺ ഡീമൺ അക്കാസയെ കാണിക്കുന്നു. അവനിപ്പോ ഇരിക്കുന്നത് ഒരു സ്ഥലത്താണ്, മൂസാൻ കിബിക്സുജിയുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഇൻഫിനിറ്റി കാസ്റ്റലില്. അവിടെ എത്തി അവനക്ക് മനസ്സിലാവുന്നു, ഇൻഫിനിറ്റി കാസ്റ്റലിലോട്ട് ഞാൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്പർ മൂൺ ഡീമൺ മരിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുവാണ് അക്കാസ. പിന്നീട് ടെൻഗണും തന്റെ ഭാര്യമാരൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ടെൻഗൺ പറയുന്നുണ്ട്, ഇനി നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പോവാണ്, നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ഇനോസ്കി, സെനിറ്റ്സോ, ടാഞ്ചറോ, നെസ്കോയൊക്കെ കാണിക്കുന്നു. അവർ 3 പേര് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, സെക്കൻഡ് സീസണും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും 3rd സീസൺ നമ്മൾ ചെയ്യും, പക്ഷേ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾ ഈ വീഡിയോക്ക് കുറഞ്ഞത് ഒരു 500 ലൈക്ക് എങ്കിലും തരണം, എന്നാൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് തന്നെ സീസൺ 3 അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ സീസൺ 3 എന്നൊക്കെ പറയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. അങ്ങനത്തെ കുറേ സീൻസ് അതിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.